ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മളുടെ ഏറ്റവും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഗീ അഥവാ നെയ്യ് എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിൽ നെയ്യ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ വിശദീകരിക്കുന്നത്. അത് ആർക്കൊക്കെ കഴിക്കാം, എത്ര അളവിൽ കഴിക്കാം, അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ, ഇതെല്ലാമാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. പ്രധാനമായും 3 ഗുണങ്ങളാണ് നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ ഗീ കഴിക്കുന്നതിലൂടെ കിട്ടുന്നത്. ഡൈജസ്റ്റീവ് ട്രാക്ട് ക്ലീൻ ആവുക, അതുപോലെ ഡൈജഷൻ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത് മെറ്റബോളിസം സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത് ഡിറ്റോക്സിഫിക്കേഷൻ, അതായത് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറി നമ്മുടെ ശരീരം ക്ലീൻ ആവുന്ന ഒരു പ്രൊസീജിയർ. ഇങ്ങനെ ഈ പ്രധാന 3 കാര്യങ്ങളിലൂടെയാണ് നമ്മളുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നത്. ഓരോന്നും സസൂക്ഷ്മം നമുക്ക് നിരീക്ഷിക്കാം. ഒന്നാമത്തേതാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഡൈജഷൻ പ്രോപ്പറായി നടക്കുകയും ഈ ഗീയിൽ അടങ്ങിയിട്ടുള്ള ബ്യൂട്രിക് ആസിഡ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ, അതായത് ആ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള ഈ എൻസൈംസ്, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഈ ഗീ കഴിക്കുന്നതിലൂടെ നന്നായിട്ട് പ്രവർത്തനം ഉണ്ടാവുകയും അപ്പോൾ ഡൈജഷൻ പെട്ടെന്ന് സുഗമമായി നടക്കുകയും അതുവഴി നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ ലൂബ്രിക്കേഷൻ നന്നായി നടന്ന് ബൗൽ മൂവ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായി നടക്കുന്നതിലൂടെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ഡൈജഷൻ പ്രോപ്പറായി വരികയും ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേതാണ് നമ്മളുടെ മെറ്റബോളിസം. അപ്പം മെറ്റബോളിസത്തിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഓവറോൾ നമ്മളുടെ ഈ ഒരു ഡൈജഷൻ ഫങ്ഷൻസും മെറ്റബോളിസം സംബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഗീ ഉള്ളിൽ കഴിക്കുന്നതിലൂടെ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ്. അതിൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഒരു എനർജി പ്രൊവൈഡർ പോലെ നമുക്ക് ഗീ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ എംപ്റ്റി സ്റ്റൊമക്കിൽ ഗീ കഴിക്കുന്നതിലൂടെ വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഇതെല്ലാം സംഭവിക്കുന്നത് മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മൂലമാണ്. മൂന്നാമത്തെ പ്രധാന കാര്യമാണ് നമ്മളുടെ ഡിറ്റോക്സിഫിക്കേഷൻ. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മെറ്റബോളിസവും ഡൈജഷനും സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നതിലൂടെ ഡിറ്റോക്സിഫിക്കേഷൻ, അതായത് നമ്മളുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് നമ്മളുടെ മലമായും അല്ലെങ്കിൽ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും പുറത്തു പോകുകയും അത് ഓവറോൾ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കുകയും ഹെയറിൻ്റെ ഗ്രോത്ത്, ഹെയർ നല്ല ഷൈനും ഗ്രോത്തും നല്ല തിക്കായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുകയും നമ്മളുടെ വെയിറ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ഈ ഇമ്മ്യൂണിറ്റി കൂടുകയും ജോയിൻസിനെല്ലാം ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റി എല്ലാം കൂടുകയും അങ്ങനെ ഓവറോൾ നമ്മുടെ ഹെൽത്തിനെ ഇത് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് 1 ടീസ്പൂൺ ഗീ നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഒന്നെങ്കിൽ നമുക്ക് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാം, വാം വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഗീ ഉള്ളിൽ കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി കുടിക്കാവുന്നതാണ്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഗീ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇനി ഇത് ആർക്കെല്ലാം കഴിക്കാം? പ്രധാനമായും മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ, അതായത് കോമോർബിഡിറ്റീസ്, നമുക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോള് അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇത് നമുക്കൊരു നല്ലൊരു ഓപ്ഷനാണ് നമ്മളുടെ ഓവറോൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇതുപോലുള്ള മറ്റു ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ശരീരത്തിന് സ്യൂട്ട് ചെയ്യുന്ന നിങ്ങളുടെ അസുഖത്തിന് ഫലപ്രദമായി അത് നിയന്ത്രണ വിധേയമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെയ്യുകൾ, അതായത് മരുന്ന് രൂപത്തിലുള്ള നെയ്യുകൾ അവൈലബിൾ ആണ്. അത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം നമുക്കത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. പ്രധാനമായും 1 ടീസ്പൂണാണ്. ചില ബുക്കുകളിൽ ഡോക്ടേഴ്സ് അത് 1 ടീസ്പൂൺ എന്നുള്ളത് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയും. എന്നാലും ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ 1 ടീസ്പൂണായിട്ട് തന്നെ അത് തുടർന്നു കൊണ്ടുപോയി നമ്മളുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നത് കണ്ടതിന് ശേഷം മാത്രം നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.